നമസ്കാരം. എ കെ റൈഡർ സൗരി ചാനലിൽ സ്വാഗതം. കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ കുറച്ച് സമയത്തിൻ്റെ വിഷയം കൊണ്ടാണ് നമ്മൾ വീഡിയോകൾ ചെയ്യാത്തത്. അപ്പോൾ ഇത് നമ്മൾ ഇട്ടുന്ന ഈ ടയറിൻ്റെതാണ്. നമ്മുടെ മുമ്പ് കിടന്ന ടയർ 3/25/19 മുമ്പേ കിടന്ന ടയർ. അത് ഇതായിരിക്കുന്നുണ്ട്. ഇതാണ് മുമ്പേ ആദ്യം ഇതിൽ വണ്ടിയിൽ കിടന്നത്. നമ്മുടെ സ്റ്റോക്ക് വരുന്നതാണ്, കമ്പനി ടയറാണ്. ഇത് 3/25/19 ഈ ടയർ. പക്ഷേ ഈ ടയർ മാറാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇപ്പോഴും ഒരു പഞ്ചർ പോലും ആയിട്ടില്ല. അതുപോലെ തന്നെ ടയറിന് ഇപ്പോഴും കുറച്ച് ഗ്രിപ്പും കൂടെ ഉണ്ട്. പക്ഷേ മഴക്കാലം ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ വീഡിയോ കൂടെ നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇത്രയും ബട്ടൺ ഉണ്ടെങ്കിൽ പോലും നമ്മളിതിനെ ചിലർ നൂല് കാണുന്നതുവരെയൊക്കെ ടയർ ഇട്ടിക്കും. പക്ഷേ അതത്ര സേഫ്റ്റി അല്ല. ഇതിനകത്ത് ഒരു പഞ്ചർ പോലും വന്നിട്ടുമില്ല കേട്ടോ. ട്യൂബ് വേണമെങ്കിൽ ഇളക്കി കാണിച്ചു തരാം. എയർ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ല. ഒരു പഞ്ചറും നമ്മുടെ ഭാഗ്യവശാൽ ഇതുവരേക്കും വണ്ടിയിലെ ഈ ടയർ മാറുന്നതുവരെ ഒരു പഞ്ചർ വന്നിട്ടില്ല. ടയർ അത്രയും മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടയറിൻ്റെ എയർ നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. ഒരാഴ്ചയിലൊരിക്കലെങ്കിലും ഈ എയർ നമ്മൾ അടിച്ച് കറക്റ്റായിട്ട് എയറിൽ നിർത്തുന്നുണ്ട്. അതിൽ 32 ഞാൻ ബാക്കിൽ അടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ടയർ എത്രയാണ് നോക്കാം. ഈ ടയർ 3/50/19 കേട്ടോ. 3/50/19 കേട്ടോ ഈ ടയർ. അതിനേക്കാളും നല്ല വീതിയുള്ള ടയറാണ്, നല്ല ഗ്രിപ്പും ഉണ്ട്. പക്ഷേ ഈ ടയർ ഇട്ടിട്ട് ഈ ടയറും കൂടെ ഇടുമ്പോൾ എനിക്ക് അനുഭവമുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ കുറച്ചും കൂടെ ഇതാകണ്ടല്ലോ, കുറച്ചും കൂടെ ഇതിന് ഈ നമ്മൾ റോഡിൻ്റെ എഡ്ജൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു ഇതുണ്ടല്ലോ, ഒരു ബബിളിങ്, ഒരു 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 എന്താ പറയുന്നതിന് ഒഴിവ്, ഇങ്ങനെ ഒഴിഞ്ഞു പോകുമ്പോൾ ഒഴിച്ചിൽ വരുന്നുണ്ട്. പക്ഷേ ഈ ടയറിന് അത് വരുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇതിനേക്കാളും കുറച്ചുകൂടെ വീതി കൂടുതലാണ്. ഇത് 3/25/19, ഇത് 3/50/19 കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ചും കൂടെ വീതി വരും. നമുക്കിതിൽ കുറച്ചും കൂടെ വേണമെങ്കിൽ വീതിയുള്ള ടയറുണ്ട്, 110/90/19 കേട്ടോ. അത് വേണമെങ്കിലും ഇടാം. പക്ഷേ എനിക്ക് ഈ ടയറാണ്, ഇത് C8-ൻ്റെ ടയറാണ്, ഇതാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് അത്യാവശ്യം നമുക്ക് പോയ സ്ഥലത്ത് ഈ ടയർ, പിന്നെ കൂടുതൽ നമുക്ക് ഇതാത്തിയിട്ട് നോക്കാം എന്നുള്ള രീതിയിലാണ് ഈ ടയർ നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഈ ടയറിനേക്കാളും എന്തുകൊണ്ട് നല്ലതാണ്, കൂടുതൽ നമുക്ക് മഴയത്തൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ടയറായിരിക്കും നല്ലത്. അപ്പോൾ ഇതിന് ടയർ ഇട്ടതിന് ശേഷം കുറച്ചൊരു ഇതുണ്ട്, അത് ബെയറിങ് പോയതാണ്, വീൽ ബെയറിങ് പോയതാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് വീഡിയോ ചാനലിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ പണിയും കൂടെ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇത്രയും കാലം, ഇത് 5 വർഷമായി വണ്ടി എടുത്തിട്ട്, 5 വർഷം കൊണ്ട് ഒരു പഞ്ചർ പോലും ഇല്ലാതെ പോയതിന് നമ്മൾ ദൈവത്തിനോട് നന്ദി പറയുന്നുണ്ട്. ഏതൊരു രീതിയിലും എനിക്കൊരു ബുദ്ധിമുട്ട് ഈ വണ്ടിയിലുണ്ടായിട്ടില്ല. ടയർ സംബന്ധമായിട്ട് മറ്റുള്ളത് കിട്ടും, മറ്റുള്ളതൊക്കെ നമ്മൾ അപ്പോഴപ്പോഴും പണി ചെയ്ത് വയ്ക്കുന്നതുകൊണ്ട് അതിൻ്റെ വേറെ വിഷയവും വരുന്നില്ലായിരുന്നു കേട്ടോ. ഇത് 25,000 കിലോമീറ്ററാണ് ഓടിയത്. 25,654 കിലോമീറ്റർ ഓടി വണ്ടി. ഇത് ഫ്രണ്ടിൻ്റെയാണ്. ഫ്രണ്ടിൽ കുറച്ചും കൂടെ ഗ്രിപ്പുണ്ടെങ്കിലും മാറാറായി. ബാക്ക് അപേക്ഷിച്ചിട്ട് മാറാറായി, ഫ്രണ്ടും മാറാറായിട്ടുണ്ട്. എന്നാലും കുറച്ച് അടുത്ത പ്രാവശ്യം ഇതും കൂടെ മാറേണ്ടതാണ് കേട്ടോ. നമ്മൾ കൂടുതൽ നമ്മളിതിനെ നൂല് കാണുന്നത് വരെ വണ്ടി ഓടാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. നമുക്ക് സുരക്ഷ, വണ്ടിക്കും മറ്റുള്ള എതിരെ വരുന്ന ആൾക്കാർക്കും ഒക്കെ സുരക്ഷയാണ് നമുക്ക് മെയിനായിട്ടും പ്രധാനം. അതുകൊണ്ട് നമ്മൾ ഈ ടയർ ഇത്രയും കട്ടയാകുമ്പോൾ തന്നെ അങ്ങ് മാറിക്കളയുക. അതിൽ പല കാരണങ്ങളുണ്ട്, അത് താങ്കൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ല C8-ൻ്റെ ടയറാണ്, കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം ഇത് കമ്പനി ഈ ടയറിനേക്കാളും കുറച്ചും കൂടെ മൈലേജ് കിട്ടും. ഏകദേശം ഇത് ഇനി ഒരു 3000 കിലോമീറ്റർ വരെ വേണമെങ്കിൽ ഓടാം, 5000 കിലോമീറ്റർ ഓടാം. പക്ഷെ അങ്ങനെ ഓടിയിട്ട് കാര്യമില്ലല്ലോ, നമ്മളെ കാര്യം നോക്കണ്ടേ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ, ഭായിമാർ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് ഉടൻ തന്നെ പുതിയ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചാനലിൽ കൂടെ. ഓക്കെ, താങ്ക് യു.